ദേഷ്യം വന്നാലും ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാലും എത്ര ടെൻഷൻ അടിച്ചാലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ സെക്ഷുവൽ തോട്ടിൽ അല്ലെങ്കിൽ സെക്ഷുവൽ അർജ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും മാസ്ട്രബേറ്റ് ചെയ്യാതെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. മാസ്ട്രബേഷനിൽ ഒരു അഡിക്ഷൻ വരുന്നു, പിന്നീട് അതിന് ആലോചിച്ചിട്ട് ഗിൽട്ട് വരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയുന്നില്ല, പോൺ വീഡിയോ അഡിക്റ്റഡ് ആണ്, മറ്റുള്ള ആളുകളോടുള്ള സെക്ഷുവൽ തോട്ടിലും കൺട്രോൾ കിട്ടുന്നില്ല, അൺവാണ്ടഡ് സെക്സ് ചെയ്യുന്നുണ്ട്, അൺസേഫ് ആയിട്ടുള്ള പല റിലേഷൻഷിപ്പിലും ചെന്ന് ചാടുന്നുണ്ട്. എല്ലാം ഈ സെക്ഷുവൽ തോട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളിൽ അതും അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം, ഹോർമോണൽ ഇംബാലൻസ്, പാസ്റ്റ് ട്രോമാറ്റിക് ട്രോമ അനുഭവിച്ചിട്ടുള്ള ആളുകളിലൊക്കെ തന്നെ ഇത് കണ്ടുവരാറുണ്ട്. ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. പകരം അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ തെറാപ്പിയിലൂടെയൊക്കെ നിങ്ങൾക്കത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കാനായിട്ട് തുടങ്ങും. മാത്രമല്ല നിങ്ങൾക്ക് യാതൊന്നിലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടായിരിക്കില്ല, ഫാമിലിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും, അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടാനും ലീഗൽ ഇഷ്യൂസ് നേരിടാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈപ്പർ സെക്ഷുവാലിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.